അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഈ കഴിഞ്ഞ കെമിസ്ട്രി നെറ്റ് എക്സാമിനേഷനിൽ 200-ൽ 137 മാർക്ക് സ്കോർ ചെയ്ത നൂർജി എസ് ആണ്. ഹായ് ഓൾ, എൻ്റെ പേര് നൂർജി എസ്. ഇക്കഴിഞ്ഞ കെമിസ്ട്രി നെറ്റ് എക്സാമിൽ 200-ൽ 137 മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ഗേറ്റ് എക്സാമും എനിക്ക് ക്വാളിഫൈ ആകാൻ വേണ്ടി പറ്റി. അതിനെന്നെ സഹായിച്ചത് ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ ഡയറക്ടറായ ജിതിൻ കുമാർ സാറുമാണ്. ഹായ് നൂർജി, അപ്പോൾ ഇത്രയും ഹൈ സ്കോർ കിട്ടിയ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഹൗ ഡു യു ഫീൽ? ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിജയത്തിന് പിന്നിൽ ഒരുപാട് പേർക്ക് റോളുണ്ട്. ശരിക്കും ഇതിൻ്റെ പിന്നിൽ നല്ലൊരു റോളുള്ളത് പാരൻസിന് തന്നെയാണ്. കാര്യം ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ വിവാഹം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് മാറി എൻ്റെ ആഗ്രഹം പോലെ ഞാൻ പറഞ്ഞ സമയത്തൊക്കെ എനിക്കൊരു ടൈം ലാഗ് തന്നത് അവരാണ്. ശരിക്കും അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത്രയും സ്കോർ വാങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നത് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോടാണ്. അതിപ്പോൾ KG സെക്ഷൻ തൊട്ട് KG, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG, പിന്നെ ഈ കോച്ചിങ് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ പരിചയപ്പെട്ട അധ്യാപകരെ എല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസ്, ഇതിനിടയിൽ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്. ടീച്ചർ നീ എന്താ ചെയ്യുക, ടീച്ചർ ഇപ്പോൾ എന്താ പഠിക്കുന്നത്, ടീച്ചർ പഠിച്ചാൽ എന്താ ആവുക, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നെ പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ രംഗത്ത് അധികം ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫിയാൻസിയും ഫാമിലിയും. ശരിക്കും ഞാനൊരു ഓഫ്ലൈൻ നെറ്റ് കോച്ചിങ്ങിലോട്ട് പോകുന്നത് തന്നെ അവിടെ നിന്നൊരു സപ്പോർട്ടും അവിടെ നിന്നൊരു സജഷനും കിട്ടിയതിന് ശേഷമാണ്. അതുവരെ പല ഓൺലൈൻ കോച്ചിങ്ങുകളും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നെങ്കിലും ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിലോട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശരിക്കും അവിടെ നിന്നുള്ളൊരു പ്രോപ്പർ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. പിന്നെ അതേപോലെ എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്തത് നമ്മുടെ ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ജിതിൻ കുമാർ സാറിനോടുമാണ്. നൂർജിയുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെ ആയിരുന്നു? അതാണ് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളത്. എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു എന്നൊന്ന് പറയാം. ശരിക്കും PG പഠിക്കുമ്പോൾ തന്നെ എനിക്ക് നെറ്റ് JRF ക്വാളിഫൈ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് കോച്ചിങ്, അതായത് പ്രോപ്പറായിട്ടൊന്നും അല്ല, സ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ ക്ലാസ് ജസ്റ്റ് ഒന്ന് കാണുക, അങ്ങനെയൊക്കെ. അതായത് ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നെറ്റിന് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ അടുത്ത യൂണിവേഴ്സിറ്റി എക്സാം വരിക, സെമസ്റ്റർ എക്സാം, ഇൻറ്റേർണലായി, അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് പോവുക. പിന്നെ ഒരു ലോങ് ബ്രേക്ക് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെമസ്റ്റർ സ്റ്റാർട്ടാവുന്ന ഒരു ബ്രേക്ക് കിട്ടുമല്ലോ, ആ സമയത്ത് പിന്നെ കുറച്ച് പ്രിപ്പയർ ചെയ്യുക. പിന്നും ഇത് തന്നെ അവസ്ഥ, അടുത്ത ഇൻറ്റേർണൽ വരിക, എക്സ്റ്റേണൽ വരിക, അപ്പോൾ പിന്നും സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് പ്രോപ്പർ അല്ലാണ്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് തന്നെ ഞാൻ ഈ ട്യൂഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെ ഒരു ഗ്യാപ്പ് കിട്ടോ അപ്പോഴൊക്കെ ഓടി നടന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അപ്പം ഞാൻ PG ചെയ്യുന്നത് TKM കോളേജിലാണ്. അപ്പം ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. സ്റ്റിൽ ഫ്രൈഡേ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് ശനി ഞായറും ഫുൾ ടൈം പഠിപ്പിക്കലാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതൊക്കെയോ സെമസ്റ്റർ എക്സാമിൻ്റെ തലേ ദിവസം വരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ PG സമയത്ത് എൻ്റെ പ്രിപ്പറേഷൻസ് പ്രോപ്പറായിട്ട് ഞാൻ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. വേണമെങ്കിൽ ചെക്ക ഉയരൽ കഴിക്കുന്നതാണല്ലോ, പക്ഷേ ഈ ശനി ഞായറൊക്കെ ഉള്ള സമയങ്ങളിൽ ഞാനിങ്ങനെ പഠിപ്പിച്ച് നടക്കുകയായിരുന്നു. അതുകൊണ്ട് പ്രിപ്പറേഷൻ ആ സമയത്ത് പ്രോപ്പർ ആയിരുന്നില്ല. അങ്ങനെ ഒരു 2023 ഡിസംബറോട് കൂടി നമ്മുടെ PGയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും ഇനി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ട് വേറൊരു ഓൺലൈൻ കോച്ചിങ്ങിന് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ശരിക്കും PG സമയത്ത് ഉണ്ട് കേട്ടോ, കോച്ചിങ് ഓൾറെഡി ഉണ്ട്. സ്റ്റിൽ അതൊന്നും കൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എൻ്റെ ഈ ട്യൂഷൻസ് ഞാൻ വിട്ടിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു രാവിലെ 2 മണിക്കൂറൊക്കെ ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ ആ ഒരു ദിവസം ഒരുപാട് ടൈം അങ്ങ് പോവുക. 2 മണിക്കൂറാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ പിന്നെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ടൈം പോകുമായിരുന്നു. അങ്ങനെ ആ സമയത്താണ് എനിക്കിങ്ങനെ ഒരു പ്രൊപ്പോസൽ വരുന്നത്. അതിന് മുന്നേ തന്നെ ഒരുപാട് പ്രൊപ്പോസൽസ് വരുന്നുണ്ട്. സ്റ്റിൽ നെറ്റ് എന്നൊരു പേര് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മാറ്റി പോവുമായിരുന്നു. ആ സമയത്താണ് എനിക്കിങ്ങനെ ഒരു പ്രൊപ്പോസൽ വരുന്നതും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒറ്റ ഡിമാൻഡ് PhDക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ഓക്കെയാണ്, ആ ഒരു പ്രപ്പോസലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ അവരുടെ ഡിമാൻഡ് ഇത് മാത്രമാണ്, PhDക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും അവിടെ നിന്നാണ് ഇനിയിപ്പോൾ എന്തായാലും വേറൊരു മാർഗ്ഗമില്ല, പ്രോപ്പറായിട്ട് പഠിച്ചെടുത്താലേ പറ്റുള്ളൂ എന്നൊരു
തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഓൺലൈൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തെങ്കിലും അവർ തന്നെ സജസ്റ്റ് ചെയ്തു ഓൺലൈൻ നോക്കുന്നതിനെക്കാട്ടിലും ഓഫ്ലൈൻ ആയിരിക്കും ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഇനി ആ സമയത്തെ എക്സാമിന് അധികം സമയമില്ല, ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ആകുന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു ഞാൻ അപ്പോൾ ഉണ്ടായിരുന്നത്. സ്റ്റിൽ 2 മാസത്തെ, അതായത് ഇതേവരെ ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ളതല്ലല്ലോ, നമ്മൾ കുറച്ച് എന്തൊക്കെയോ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഓഫ്ലൈൻ കോച്ചിങ് നോക്കിക്കോ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. പക്ഷേ അത്ര ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. എങ്ങനെയൊക്കെയോ ഒരു 2-3 മാസം അവിടെ കടിച്ചു പിടിച്ച് നിന്ന്, ഈവൻ എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ ഒന്നും ഷെയർ ചെയ്യാണ്ട് എങ്ങനെയോ ഒരു 3 മാസം ഞാനവിടെ കടിച്ചു പിടിച്ച് നിന്ന്. സ്റ്റിൽ ഒരു 2 മാസത്തോളം ഒക്കെ ഞാൻ എക്സ്ട്രീമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ വന്ന 1 മാസം എന്ന് വെച്ചാൽ ആ പ്രിപ്പറേഷൻ എല്ലാം കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആവുന്ന രീതിയിലുള്ള കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. എന്നാലും അതിലേറ്റവും എനിക്ക് ഇപ്പോഴും പറയാതെ പോകാൻ പറ്റാത്തത്, അവിടുത്തെ ഫാക്കൽറ്റി എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, JRF is your requirement but your attitude doesn't show that എന്നാണ് എന്നോട് പറഞ്ഞത്. ശരിക്കും അവിടെ നിന്ന് പിന്നെ ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റൂല, തീർന്നു, എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ബോധമില്ലാണ്ട് ചുമ്മാ എവിടെയോ പോകുന്ന പോലെ ഞാൻ പോയി എക്സാം എഴുതി. എന്താ ചോദിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്താ ആൻസർ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റിൽ എങ്ങാനും കിട്ടിയാലോ, എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ആ കോച്ചിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും എൻ്റെ വീട്ടുകാരും ഫാമിലി മെമ്പേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇത്രയൊക്കെ പോയി പഠിച്ചതല്ലേ, അപ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം കുറച്ചധികം കാശ് ചിലവാക്കി പോയതാണ് എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്കുണ്ട്. അതൊന്നും ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ കാണിക്കാണ്ട് കിട്ടുമായിരിക്കും, അവരുടെ പ്രതീക്ഷ പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാനും മുന്നോട്ട് പോയി. അങ്ങനെ റിസൾട്ട് വന്നു. പ്രതീക്ഷിച്ചതിലും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. 65.5 ആയിരുന്നു എൻ്റെ മാർക്ക്, ലാസ്റ്റ് എക്സാമിൽ എൻ്റെ മാർക്ക്. അവിടുന്ന് കോച്ചിങ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ, അവിടെ നിന്നുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവിടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ പ്രിപ്പയർ ചെയ്തോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരൊറ്റ ഡയലോഗ് എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ അത് ശരിക്കും വിഷമം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇനി എന്താ ചെയ്യുക, ഞാൻ ബുക്ക് തുറക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റണില്ല. ആ സമയത്ത് കുറച്ച് കെമിസ്ട്രി റിലേറ്റഡ് PSC എക്സാംസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് ബുക്ക് തുറക്കുമ്പോഴൊക്കെ എനിക്ക് വിഷമകരമായ കുറേ ദിവസങ്ങളും ഒരുപാട് പകലും രാത്രിയും ഞാൻ കരഞ്ഞ് തീർത്തിട്ടുണ്ട്. ലാസ്റ്റൊക്കെ ആയപ്പോൾ എൻ്റെ അവസ്ഥ ഒരു റോബോട്ടിനെ പോലെ, അതായത് കരഞ്ഞ് തലവേദനയായിട്ട് ഇങ്ങനെ നടക്കുക, പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റാത്ത, അങ്ങനെ വളരെ മോശം ഒരു സിറ്റുവേഷൻ തന്നെ ആയിരുന്നു അവിടത്തേത്. അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നിട്ട് കുട്ടികളൊക്കെ എന്നോട് പറയുന്നുണ്ട്, എൻ്റെ ഫിയാൻസി എന്നോട് പറയുന്നുണ്ട്, പിന്നെ വേണമെങ്കിൽ കോച്ചിങ് നോക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഇനി ഒരു കോച്ചിങ്ങോ, എനിക്കിനി JRF വേണ്ട, നെറ്റ് വേണ്ട, ജോലി വേണ്ട, എനിക്കിനി ഒന്നും വേണ്ട. എനിക്ക് സമാധാനം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ജീവിക്കാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി ആയിപ്പോയി. അതാണ് എനിക്കിനി ആരൊക്കെ മോട്ടിവേഷൻ തന്നിട്ട് എനിക്ക് പഠിക്കാൻ പറ്റണില്ല. അങ്ങനെ ഒരു 2 മാസത്തോളം ഒന്നും ചെയ്യാണ്ട് ഞാൻ വീട്ടിലിരുന്നു. അതിനിടയിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു റിലാക്സേഷൻ എന്ന് വെച്ചാൽ കുട്ടികളെ കാണുക, അവരോട് സംസാരിക്കുക, അവരോട് കുറച്ച് നേരം കളിക്കുക, അതൊക്കെയാണ് എൻ്റെ ഒരു റിലാക്സേഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയായി. അതുപോലെ തന്നെ ഞാനൊരു ഇൻസ്പയർ ആസ്പിറൻ്റ് ആണ്. +2 കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഇൻസ്പയർ ഫെലോഷിപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ കോച്ചിങ്ങിന് പോകുന്ന സമയത്താണ് അറിയുന്നത് ഇൻസ്പയർ വെച്ചിട്ട് നമുക്ക് PhDക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം അതുകൂടെയായി എൻ്റെ ഒരു പ്രതീക്ഷ. അതുണ്ടെങ്കിൽ എന്തായാലും JRFൻ്റെ സെയിം ഫെലോഷിപ്പാണ് ഇൻസ്പയറും അലോട്ട് ചെയ്യുന്നത്. സോ അതിന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, സ്റ്റിൽ ഫെലോഷിപ്പ് സെയിം ആണ്. അപ്പം എൻ്റെ മനസ്സിൽ ഇനിയിപ്പോൾ എന്തായാലും അത് മതി, അല്ലാതെ ഇനി ഇതിനായിട്ടൊരു കോച്ചിങ്ങോ അങ്ങനെ ഒന്നും ഇറങ്ങാൻ എനിക്ക് വയ്യാന്നായി. എന്നിട്ടും എൻ്റെ ഫിയാൻസ് എന്നോട് പറയുന്നുണ്ട് വേറെ കോച്ചിങ് നോക്കിക്കോന്ന്. അപ്പം അങ്ങനെ ഇരിക്കവെയാണ് എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, എന്തായാലും വീട്ടിലിരിക്കണ്ട, എങ്ങോട്ടേലും പൊക്കോന്ന് പറഞ്ഞു കോച്ചിങ്ങിന്. കാര്യം ആ ഒരു ഡിപ്രസ്ഡ് സിറ്റുവേഷനിലോട്ട് പോയി 2 മാസം എന്ന് പറയുമ്പോൾ അതൊരു കുഞ്ഞു സമയമല്ലല്ലോ. അപ്പോൾ അവിടെ നിന്നൊന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പുതിയൊരു കോച്ചിങ് സെൻറ്റർ ഞാൻ അന്വേഷിച്ചത്. അപ്പം ബൈ ചാൻസ് ഞാനത് ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും അതിൽ തിരുവനന്തപുരം എന്നുള്ള ഒരു മാർക്കിങ് കാണുന്നത്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ ഇവിടെ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ആ ഒക്ടോബർ സമയത്ത്, October 3 നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ അറിഞ്ഞു. അപ്പം ഫസ്റ്റ് 2 വീക്സ് ശരിക്കും എനിക്ക് JRF കിട്ടണം അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ വരുന്നത്. എൻ്റെ ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ 2 വീക്സ് ഫ്രീ ക്ലാസ്സസ് ആണ്. കാര്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്, ഒരു 2 ആഴ്ച ഇരിക്കാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ സാറ് പഠിപ്പിച്ചു കൊടുക്കുന്നത് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ ഈ തെർമോഡൈനാമിക്സ് ശരിക്കും ഞാൻ മുന്നേ കോച്ചിങ് അറ്റൻഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തെർമോഡൈനാമിക്സും ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കോർഡിനേഷൻ. അപ്പോൾ എന്താ എൻ്റെ മൈൻഡിൽ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. മീൻസ് എനിക്കറിയാം, അതാണ് എൻ്റെ മെൻറ്റാലിറ്റി. അങ്ങനെ ഫസ്റ്റ് ദിവസം സാറ് പഠിപ്പിക്കുന്നു, 2ാമത്തെ ദിവസം നമ്മൾ അതിൻ്റെ എക്സാം എഴുതണം. സാർ ഇപ്പോൾ ഒരു ദിവസം എന്താണോ പഠിപ്പിക്കുന്നത് അത് റിലേറ്റഡ് മുന്നേ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ചേർത്തിട്ട് സാർ ഒരു 20 to 25 ക്വസ്റ്റ്യൻസ് ഒരു ടെസ്റ്റ് സീരീസ് ആയിട്ട് തരും. അത് നമ്മൾ കിട്ടുന്ന രാവിലെ എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ആ എക്സാം എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മുന്നേ ഞാൻ കോച്ചിങ് നോക്കിയിട്ടുണ്ട്, PG സമയത്ത് നോക്കുന്നുണ്ട്, അതെല്ലാം 100% ഫ്ലോപ്പാണ്. മീൻസ് ഒരു ക്വസ്റ്റ്യനും അങ്ങോട്ടേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, സാർ അതിൻ്റെ പേപ്പർ നോക്കി തന്നപ്പോൾ എനിക്ക് പിന്നും കോംപ്ലക്സ് ആയി. എന്ന് വെച്ചാൽ ജസ്റ്റ് PG കഴിഞ്ഞ് ഒരു കോച്ചിങ്ങിനും പോവാണ്ട് വന്നിരിക്കുന്ന ആ കുട്ടികളെക്കാട്ടിലും മാർക്ക് എനിക്ക് കുറവായി ചില എക്സാംസിനൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എൻ്റെ വിധി എഴുതി, ഇപ്പം നടക്കില്ല, ഒന്നും നടക്കാൻ വേണ്ടി പോണില്ല, സ്റ്റിൽ ഇങ്ങനെ പൊക്കോട്ടെ, വീട്ടിലെന്നും ഇരിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങോട്ടേക്ക് വരുന്നതാണല്ലോ നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വന്നാണ് ശരിക്കും പിന്നെ എനിക്ക് മനസ്സിലായി, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ നോട്ടും ഈ ക്ലാസ്സും കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് JRF കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഏതെങ്കിലും ഒരു കെമിസ്ട്രി റിലേറ്റഡ് എക്സാം ഷുവറായിട്ടും ക്വാളിഫൈ ആകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായി. കാര്യം ആ ഒക്ടോബർ സമയം നമ്മൾ അടുത്ത എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസംബറിലാണ്. വളരെ ചുരുക്കം സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എന്തായാലും എൻ്റെ നിലവിലെ സിറ്റുവേഷൻ കൊണ്ട് JRF കിട്ടൂല, ഞാൻ ഉറപ്പിച്ചു. സ്റ്റിൽ വേറെ ഏതെങ്കിലും എക്സാം എഴുതി എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ കോച്ചിങ് കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് വരും തോറും എൻ്റെ കോൺഫിഡൻസും അതിലുപരി നമ്മുടെ സർ ജിതിൻ കുമാർ സാറിൻ്റെ ഒരു ഡെഡിക്കേഷൻ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സാധനം. അങ്ങനെയാണ് ഞാൻ ശരിക്കും പ്രോപ്പറായിട്ട് പിന്നെ അങ്ങോട്ടേക്ക് വർക്ക് ചെയ്ത് തുടങ്ങുന്നതും കിട്ടാൻ ചാൻസ് ഉണ്ട്, കിട്ടുമായിരിക്കും, ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തതല്ലേ എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോവുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻസ് അതിൽ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഇവിടുത്തെ ക്ലാസ്സിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, സാർ ഇപ്പോൾ ഒരു ദിവസം ഒരു ടോപ്പിക് എടുക്കുന്നു, ആ ടോപ്പിക്കിൽ നിന്ന് മുന്നത്തെ നെറ്റ് എക്സാം, ഗേറ്റ് എക്സാം, സെറ്റ് എക്സാം, പിന്നെന്താ MSc എൻട്രൻസ് എക്സാംസ്, PhD എൻട്രൻസ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ടൊരു ടെസ്റ്റ് സീരീസാണ് സാർ പിറ്റേ ദിവസം തന്നെ നടത്തുക. അപ്പോൾ നമ്മളത് രാവിലെ ഒരു 9 to 10 o'clock ആണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഷാർപ്പ് 10 o'clock സാർ പേപ്പർ തിരിച്ചു വാങ്ങുന്നു. അതിനുശേഷം അന്നേ ദിവസം തന്നെ 10 to എത്ര സമയമാണോ വേണ്ടത് അത്രയും സമയമെടുത്ത് ആ എൻറ്റയർ ക്വസ്റ്റ്യൻസ് സാറ് സോൾവ് ചെയ്ത് തരും. മീൻസ് ഇപ്പം പ്രോബ്ലം ആണ്, ചിലപ്പോൾ തലേ ദിവസം പഠിപ്പിച്ചത് തന്നെ ആവും, സ്റ്റിൽ സാർ അത് പിറ്റേന്ന് ഒന്നും കൂടെ ഈ KG സെക്ഷനിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഫുൾ ഇങ്ങനെ ബോർഡിൽ എഴുതി. അപ്പോൾ നമുക്ക് അന്നേ ദിവസം തന്നെ ആ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അതിൻ്റെ കൂടെ തലേ ദിവസം പഠിച്ച പോർഷൻ ഒന്നും കൂടെ ക്ലിയർ ആവുകയാണ്. അപ്പോൾ ഒരു ദിവസം പഠിപ്പിക്കുന്ന പോർഷൻ നമ്മൾ എന്തായാലും കുറച്ച് നോക്കിയിട്ടാവുമല്ലോ പിറ്റേന്ന് എക്സാമിന് വരിക. അപ്പോൾ അന്ന് തന്നെ അത് സോൾവ് ചെയ്ത് കൂടെ തരുമ്പോൾ ആ ഒരു പോർഷൻ എത്രത്തോളം തറവാവാൻ പറ്റുമോ അത്രത്തോളം തറവാവുകയാണ്. പിന്നെ അന്ന് തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടണം എന്നില്ല. അതിപ്പോൾ സാറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇന്നലെ പഠിപ്പിച്ചതിൽ ഞാൻ പഠിച്ചതിൽ ഇന്ന പോർഷനാണ് പ്രശ്നം, അതാണ് തറവാകാത്തത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അന്നേ ദിവസം പഠിപ്പിക്കുന്ന പോർഷൻ്റെ കൂടെ അന്ന് തന്നെ വീട്ടിൽ പോയി ഒന്നും കൂടെ റിവൈസ് ചെയ്ത് അത് തറവാക്കുക. അങ്ങനെ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും എക്സാം, എല്ലാ ദിവസവും പ്രോബ്ലം സോൾവിങ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും. പ്ലസ് ഒരു 3.5 മാസത്തെ ക്ലാസ് മാത്രമാണ് നമുക്ക് കിട്ടിയത്. അതായത് ജസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് ആയിട്ടാണ് നമ്മൾ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസംബറിൽ എക്സാം എക്സ്പെക്റ്റ് ചെയ്തു. അപ്പോൾ ഒക്ടോബർ നവംബറോട് കൂടി നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ആ 1 മാസം വീട്ടിലിരുന്ന് റിവിഷൻ എന്നുള്ളതായിരുന്നു സാർ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഫോർച്യുനേറ്റ്ലി നമ്മുടെ എക്സാം കുറച്ചുകൂടെ പോസ്റ്റ്പോൺ ചെയ്തു, ഫെബ്രുവരിയിലോട്ടാക്കി. അപ്പോൾ ശരിക്കും അതും എന്നെ ഫേവർ ചെയ്ത് എനിക്ക് വേണ്ടി മാറ്റിയതുപോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി പകുതി വരെ എക്സാക്ട്ലി 3.5 months ആണ് നമുക്ക് ഇവിടെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഫെബ്രുവരി ഹാഫോട് കൂടി നമുക്ക് ഗേറ്റ് എക്സാം വന്നു. അപ്പം എന്തായാലും ഈ 3.5 മാസത്തെ ക്ലാസ് നമ്മൾ ഫുൾ റിവൈസ് ചെയ്ത് എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 month നമുക്ക് വേണമല്ലോ. അപ്പം അങ്ങനെയാണ് സാറിനോട് നമ്മൾ തന്നെ കുട്ടികൾ തന്നെ പറഞ്ഞ് ലീവ് ചോദിച്ചു. ആ ഒരു 1 month ഗ്യാപ്പിലാണ് നമ്മുടെ ഫുൾ ലെന്ത് എക്സാംസ്. ഒരു എക്സാം നമ്മൾ ഓൾറെഡി ഇവിടെ ഇരുന്ന് തന്നെ എഴുതിയിട്ടാണ് പോയത്. ബാക്കി ഉണ്ടായിരുന്ന എക്സാംസ് ഫുള്ള് വീട്ടിലിരുന്ന് കറക്റ്റ് ടൈം കീപ്പ് ചെയ്ത് അങ്ങനെ തന്നെ എഴുതണം. താല്പര്യമുള്ളവർക്ക് എഴുതാം. കാര്യം ഒരു 3.5 മാസത്തെ കോച്ചിങ് കൊണ്ട് നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇനി ഇപ്രാവശ്യം തന്നെ വേണമെന്നൊരു ടെൻഡൻസിയിലോട്ട് മാറി ഒരു 3.5 മാസം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ എക്സാംസ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ 1 മാസത്തെ ഗ്യാപ്പില്ലേ റിവിഷൻ്റെ സമയത്ത് സാർ ഓരോ ദിവസവും ഒരു 1-1.5 മണിക്കൂർ വെച്ചിട്ട് നമുക്കിവിടെ കവർ ചെയ്യാത്ത ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്കിൻ്റെ ക്ലാസ്സസ് ഓൺലൈൻ അവൈലബിൾ ആക്കി തന്നു. അപ്പോൾ അതുകൂടെ ഗ്രാജുവലി നോർമലി ഇവിടെ ഒരു 5 hours നമ്മൾ നോർമലി വന്നുകൊണ്ടിരുന്നതെങ്കിൽ ആ 1 മാസം നമ്മൾ കംപ്ലീറ്റ്ലി വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നു. പ്ലസ് ഈ 1.5 മണിക്കൂർ ക്ലാസ് കൂടെ കൊണ്ട് ഓൾമോസ്റ്റ് പോർഷൻസും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോൾ ഒരു വിധപ്പെട്ട കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും ഒരു 6 മാസം കൊണ്ട് പോലും കംപ്ലീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു 45-50% പോർഷനാണ്. പക്ഷേ ഇവിടെ ആ ഒരു കറക്റ്റ് പറഞ്ഞാൽ ഒരു 4.5 മാസം കൊണ്ട് ആ ഓൺലൈൻ സെഷൻസ് ഉൾപ്പെടെ ഒരു 4.5 മാസം കൊണ്ട് ഓൾമോസ്റ്റ് മോർ ദാൻ 90% പോർഷൻസ് നമ്മൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാറ് നമുക്ക് ക്രിസ്പായിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താണോ എക്സാംസിന് വേണ്ടത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സാറിൻ്റെ ഒരു 10-13 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എല്ലാ ടെക്സ്റ്റ് ബുക്സിൽ നിന്നും സാറ് റെഫർ ചെയ്തെടുത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ള നോട്ട്സ് സാറ് പ്രൊവൈഡ് ചെയ്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നോർമലി നമ്മളൊരു ക്ലാസ്സിലിരിക്കുമ്പോൾ ഇപ്പോൾ ലെക്ചർ കേൾക്കുക, എഴുതുക, അത് ചിലത് കേൾക്കും, ചിലത് എഴുതുന്നത് കേൾക്കുന്നുണ്ടാവില്ല, കേൾക്കുന്നത് എഴുതുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സാറ് പറയുന്നത് അതേപോലെ നമ്മുടെ നോട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്നും മിസ്സാവാനില്ല, അത് തന്നെ കേൾക്കുക. പിന്നെ സാറ് പറയുന്നതിൽ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അന്നേരത്തേന് എഴുതി വെക്കാൻ പറ്റുക. അപ്പോൾ ആ നോട്ട് തന്ന് പഠിപ്പിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 4 മാസം കൊണ്ട് എബോവ് 90% പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പം ചില സ്ഥലത്തൊക്കെ ഫിസിക്കൽ കെമിസ്ട്രി മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്, ചിലയിടത്ത് ഫിസിക്കലും ഇൻഓർഗാനിക് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്, ചിലയിടത്ത് ഓർഗാനിക് നോക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു സാർ അങ്ങനെയല്ല, എല്ലാ പോർഷൻസിൽ നിന്നും എല്ലാ ടോപ്പിക്സും സാർ കവർ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് തന്നെയാണ് എൻ്റെ ഈ ഒരു 137 മാർക്കിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. ഡെയിലി എങ്ങനെയാണ് ടൈം ടേബിളൊക്കെ വെച്ചിട്ടൊക്കെയാണോ പഠിക്കുക? അതിനി ഉള്ള കുട്ടികൾക്ക് അതൊരു ഹെൽപ്പായിരിക്കും. എങ്ങനെയാണ് ഡെയിലി അവേഴ്സ് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഡെയിലി അവേഴ്സ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വരുന്നത്. ജസ്റ്റ് ഇവിടെ വന്നൊരു 5 hours സ്പെൻഡ് ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു, പിന്നെ പിറ്റേന്ന് എക്സാം ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ അങ്ങനെ അത് നോക്കുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് പോയപ്പോഴാണ് ഇത്ര ടൈം പോരാ, കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്താലേ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 5 മണിക്കൂറും വർത്തായിട്ട് നമ്മൾ ഇരിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ ക്ലാസ് 2 പക്ഷേ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ സ്റ്റഡി അവേഴ്സ് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ആ 5 hours പ്ലസ് ആദ്യം ഞാൻ വീട്ടിൽ പിന്നെ ഒരു 2 മണിക്കൂറാക്കി, ഇങ്ങനെ ടോട്ടൽ ഒരു 7 hours ആക്കി, പിന്നെ അതിനെ 8 ആക്കി, പിന്നെ 9 ആക്കി, 10 ആക്കി, അങ്ങനെ ഗ്രാജുവലി എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുത്തെ ഒരു 3.5 മാസത്തെ കോച്ചിങ്ങിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് ആയപ്പോൾ പെർ ഡേ 12 hours വരെ ആക്കി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1.5 months ഈ CSIR എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ എല്ലാ ദിവസവും 12 to 15 hours, ചിലപ്പോൾ അത് 16 hours അങ്ങനെയൊക്കെ ഫുൾ ടൈം ഇതിനായിട്ട് തന്നെ അങ്ങ് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഡെഡിക്കേഷൻ വന്നപ്പോൾ പിന്നെ നമുക്ക് ഓരോ മിനിറ്റും സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആയി തുടങ്ങി. എൻ്റെ ഫോണിലെ ഇൻസ്റ്റാഗ്രാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. കാര്യം ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ക്രോൾ ചെയ്ത് കുറേ ടൈം പോകുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫോൺ ടൈമും സ്ക്രീൻ ടൈമും ഒക്കെ കുറച്ചു. പിന്നെ നോർമലി ഇങ്ങനെ സിനിമ കാണൽ, പാട്ട് കേൾക്കൽ, അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കില്ല. പിന്നെ ഈ അത്യാവശ്യം ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് വല്ലപ്പോഴും ഒന്ന് യൂട്യൂബിൽ കയറി ജസ്റ്റ് ഒന്ന് റീൽസ് കാണുക, അത് മാത്രമാക്കി. ബാക്കി ഈ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു ഏറ്റവും വലിയ സമയം കൺസ്യൂം ചെയ്യുന്നത്, അതിനെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. പിന്നെ അങ്ങനെയുള്ള ഓരോ മിനിറ്റും ജസ്റ്റ് ഇപ്പോൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുമ്പോഴാണെങ്കിലും
പഠിച്ച് എന്തെങ്കിലും റിവൈസ് ചെയ്യുക. അപ്പോഴും നമുക്ക് ആ ടൈം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ലാസ്റ്റ് ഒരു 15 to 16 hours പെർ ഡേ വരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ നെറ്റ് JRF ആസ്പിറൻസിനോട് എന്താ പറയാനുള്ളത്? നമ്മുടെ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ട് ഒരു ഷോർട്ട് ടൈമിൽ ക്വാളിഫൈ ആകണം എന്നുണ്ടെങ്കിൽ ഒരു 6 months പ്രോപ്പറായിട്ട് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ സൈഡായിട്ട് വേറൊരു കോഴ്സിന് പോകുന്നു എന്നിട്ട് സൈഡായിട്ട് ഇതുകൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിൽ നമുക്ക് ഒരു റാങ്കോ മാർക്കോ എത്താൻ വേണ്ടി ഒരു പക്ഷേ പറ്റൂല. എത്തുന്നവരുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു വിത്തിൻ 6 months വേണം എന്നുണ്ടെങ്കിൽ ഒരു ആ സമയം 6 മാസം എന്നുള്ളത് ഏതെങ്കിലും കോച്ചിങ്ങിൽ സ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പെർ ഡേ 10 to 12 hours എക്സാക്ട് 6 months നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, നമ്മുടെ ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ട് എങ്കിൽ ഈ 6 months പെർ ഡേ 10 to 12 hours വർക്ക് ചെയ്യാം. അത് മതി. ശരിക്കും നമ്മൾ ഈ JRF അല്ലെങ്കിൽ നെറ്റ് സുഖമായിട്ട് നമുക്ക് ക്വാളിഫൈ ആകാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ നോട്ട്സ് തന്നെ ശരിക്കും ഞാനിവിടെ വന്നിട്ട് വേറെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇവിടുത്തെ മെറ്റീരിയൽസ് മാത്രം തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നോട്ട്സ് എല്ലാം മാറ്റിയിട്ട് ഇവിടുത്തെ മെറ്റീരിയൽസ് മാത്രം ഫോക്കസ് ചെയ്തു, ഇവിടുത്തെ എക്സാംസ് മാത്രം ഫോക്കസ് ചെയ്തു. അങ്ങനെ തന്നെയാണ് ഒരു 3.5 മാസത്തെ ക്ലാസ് കൊണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു 4 മാസത്തെ ക്ലാസ് കൊണ്ട് ഈ ഒരു 137 എന്നുള്ള മാർക്കിലോട്ട് എത്തിയത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു 6 months പ്രോപ്പറായിട്ട് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇപ്പം എന്നെ പോലെ ഒരു 2 മാസം ഒന്ന് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറി അങ്ങനെ ആവാണ്ട് കൺസിസ്റ്റൻസി വേണം. അല്ലാതെ നമ്മളിപ്പോൾ ജസ്റ്റ് 1 മാസമാണ് ബ്രേക്ക് എടുക്കുന്നതെങ്കിലും നമ്മുടെ ഈ അറിയാമല്ലോ കെമിസ്ട്രി ആകുമ്പോഴത്തേന് കുറച്ചധികം ഇക്വേഷൻസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ബ്രേക്കിൽ നമ്മളെല്ലാം മറന്നു പോകും, തിയറിയും ഇക്വേഷൻസും ഒക്കെ മറന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ഇല്ലാണ്ട് കണ്ടിന്യൂസ് ഒരു 6 months നിങ്ങൾ വർക്ക് ചെയ്യുക. ഷുവറാണ് JRF ക്വാളിഫൈ ആകാൻ വേണ്ടി പറ്റും. അതിപ്പോൾ ആവറേജ് ഒന്നോ ബിലോ ആവറേജ് ഒന്നോ അങ്ങനെ ഒന്നുമില്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞതല്ലോ. ഒരു 10 to 12 hours. ചിലപ്പോൾ അതൊരു കുറച്ചും കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു 15 to 16 hours 14 to 15 hours ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്താൽ ആർക്കായാലും സുഖമായി ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ CSIR നെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും? ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ വരുന്ന എല്ലാ കുട്ടികളെയും സർ ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി മുന്നേ ഒരു കോച്ചിങ് നോക്കിയിട്ടുണ്ട് എന്ന് കരുതി എനിക്കൊരു സ്പെഷ്യൽ പ്രിഫറൻസോ അങ്ങനെയൊന്നുമില്ല. വരുന്ന എല്ലാ കുട്ടികളെയും, അതിന് ആവറേജ് ആയിക്കോട്ടെ ബിലോ ആവറേജ് ആയിക്കോട്ടെ എബോവ് ആവറേജ് ആയിക്കോട്ടെ, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ളൊരു ക്ലാസ്സാണ് ഇവിടെ ജിതിൻ സാർ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ അങ്ങനെ ഒന്നും ആർക്കും ഒന്നും ഫീൽ ചെയ്യില്ല. വരിക, വളരെ സമാധാനത്തോടു കൂടി പഠിക്കുക, വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഓവർ സ്ട്രെസ്സോ സ്ട്രെയിനോ അങ്ങനെ ഒന്നുമില്ല. ശരിക്കും ഈ കോച്ചിങ്ങിൽ എനിക്ക് തോന്നുന്ന എല്ലാ കുട്ടികളും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഒരു സ്ട്രെസ് എന്നൊക്കെ പറയുന്നത്. ഞാൻ അത്രയും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിന്ന് ശരിക്കും പിന്നും ഇങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഇവിടെ സാറിൻ്റെ ഒരു കൺസിഡറേഷനും, അതായത് സ്പെഷ്യൽ കൺസിഡറേഷനൊന്നുമില്ല, എല്ലാവരെയും പോലെ തന്നെ കൺസിഡർ ചെയ്തു എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും സാറിൻ്റെ വളരെ കാമും കൂളുമായിട്ടുള്ള ഒരു ഇടപെടലും സാറ് പഠിപ്പിക്കുന്ന രീതിയും തന്നെയാണ്. അതാണ് എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഈ കോച്ചിങ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പം ഈ ഒരു 137 എന്നുള്ള മാർക്കിലെത്തിയത്. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താണ്? റിസർച്ച് ചെയ്യണം, PhD എടുക്കണം, എന്താണ് അടുത്ത പ്ലാൻ വരുന്നത്? അത് തന്നെയാണ്. ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും വിളിച്ചിട്ടുണ്ട്, ആപ്ലിക്കേഷൻസൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ IISc IITM ISERS ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത മാസമാണ് അതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ് വരുന്നത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുക, എവിടെയാണോ കിട്ടുന്നത് അവിടെ ജോയിൻ ചെയ്യുക. പിന്നെ ജോയിൻ ചെയ്തതിന് ശേഷം അതിനിടയ്ക്ക് കല്യാണം, അതൊന്ന് പ്രൊസീഡ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. അതിനുശേഷം ഡയറക്റ്റ് PhDക്ക് എൻ്റർ ചെയ്യുക. പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പൊസിഷൻ അത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതൊക്കെ PhDയുടെ കൂടെ തന്നെ കൊണ്ടുപോകണം, അതൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ നൂർജിയെ പോലെ കെമിസ്ട്രിയിൽ നെറ്റ് ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് കെമിസ്ട്രിയിൽ ഒരു കരിയറാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക.